സുധീഷ് എവിടെ നിന്ന് വരുന്നു സുധീഷ്? കോഴിക്കോട് തിരുവമ്പാടി. എന്ത് ചെയ്യുന്നു? ആർട്ടിസ്റ്റാണ്. പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. അതെ. ട്രൂപ്പുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ട്രൂപ്പിൽ ചെയ്തു? കൊച്ചിൻ ഇമെയിൽസ്, ദിലീപ് കലാഭവന്റെ. ആ അതാ ടിനിച്ചേട്ടൻ പക്രുചേട്ടനൊക്കെ അല്ലേ അതിനകത്ത് സ്ഥിരം. ഞാൻ ഇടയ്ക്ക് ഏതൊക്കെയോ ഷോകൾക്ക് ദിലീപ് കോർഡിനേറ്റ് ചെയ്ത പരിപാടികൾക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ദിലീപ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇന്നിപ്പം മിമിക്രി ഒന്നും അല്ല, നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു അല്ലേ? പിന്നല്ല. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പെർഫോമൻസ് ആണ്. നമസ്കാരം. എൻ്റെ കൂടെ തന്നെ കളിച്ചു വളർന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചെറിയൊരു കുറച്ച് സംഭവങ്ങൾ. കാരണം അവൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ ആ ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ എന്നുള്ളൊരു സംഭവമാണ്. അവൻ്റെ പേര് ഞാൻ മാറ്റി പറയാം, സ്മിനേഷ് എന്നാക്കാം. അപ്പോൾ ഈ സ്മിനേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മടിയിലൊക്കെ പിടിച്ച് തലയിലൊക്കെ പിടിച്ച് ഇങ്ങനെ കളിക്കണം. അച്ഛൻ്റെ തലമുടിയൊക്കെ കുറേ നശിച്ചു പോയല്ലോ, ഈ നരച്ച് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, എന്താണ് അച്ഛാ അങ്ങനെ സംഭവം എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോൾ അച്ഛൻ പറയാണ്, മക്കൾ ചെയ്യുന്ന ഓരോ തെറ്റുകളുമാണ് അച്ഛൻ്റെ ഒക്കെ ഈ തലമുടി ഇങ്ങനെ നരച്ചു വരുന്നത്. അതിൽ പുള്ളി അപ്പുറത്ത് മുത്തച്ചിരിക്കണ്ടായിരുന്നു, ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ പൊന്നച്ചോ അങ്ങേര് ഫുള്ളും നരച്ച് മരിച്ചിരിക്കുക. ഞങ്ങൾ കുറച്ച് പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഒരു മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ മൈസൂർ പോയിട്ട് ഞങ്ങൾ ചാമുണ്ടി ഹിൽസ് കയറി അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കടയിലേക്ക് ഞങ്ങൾ കയറുക. അപ്പം ഒരു അണ്ണൻ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പോയപ്പോൾ അവിടെ 4 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. അപ്പോൾ ഞാനും മറ്റുള്ള കമ്പനിക്കാരൊക്കെ കൂടി കയറി അവിടെ ഇരുന്നപ്പം ഈ അണ്ണൻ എഴുന്നേറ്റ് പോയ കൂടെ അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഇയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തത്. അപ്പോൾ ആ വെള്ളം അയാൾ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ള് ഹിന്ദിക്കാരാണ്, കന്നഡക്കാരാണെന്നുള്ള ചിന്തയാണ് ഇവന് മൊത്തം. അപ്പോൾ ഇവന് ഈ ഗ്ലാസ് മുന്നിൽ ഇരിക്കണോണ്ട് ഇയാൾ വെള്ളം കൊടുത്തില്ല. ഇവൻ അയാൾ വിളിച്ചിട്ട്, ഹേ ബായ് ഇതറാവോ, ഇന്ത പാനി എൻ്റെ പാനിയല്ല, ഇന്ത പാനി അന്ത ആളുടെ പാനി, ഇന്ത പാനി എനക്ക് വേണ്ട, വേറെ പാനി എനിക്ക് വേണം. അല്ല പുള്ളി, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാ പോരെ. നിങ്ങൾക്ക് മലയാളം അറിയാം? എൻ്റെ ഒരു കൂട്ടുകാരൻ സുജിത്ത് എന്ന് പറയുന്നത് 10ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞപ്പം അവൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. ഇവൻ ഈ സ്റ്റാൻഡിൽ കിടന്നിട്ടാണെങ്കിലും ഇവൻ കാര്യമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കൊന്നുമില്ല, മടിയാണ് അവൻ ഓടിക്കാനൊക്കെ. അവൻ അവിടെ കിടക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഓട്ടോറിക്ഷയുടെ അങ്ങനെ അത് പോയി ഇത് പോയി എന്നും പറഞ്ഞിട്ട് വീണ്ടും ഓട്ടോറിക്ഷ നന്നാക്കാനെന്നും പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കും രണ്ടാമത്. അങ്ങനെ ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടി ഉപദേശിച്ചിട്ട് ഇവൻ ഒരു ഓട്ടം കിട്ടിയത് അവൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ അത് സിനിമയ്ക്ക് പോകുന്നവരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ സിനിമയും കാണാം, ഓട്ടം കിട്ടാൻ 8-10 കിലോമീറ്റർ ദൂരം തലയിലപ്പറമ്പിലേക്ക് ഒരു ഓട്ടം കിട്ടി. അപ്പോൾ ലോങ് ഓട്ടമാണല്ലോ, അത് കിട്ടി. ഇവൻ ഓട്ടം പോയ സമയത്ത് ആദ്യമായിട്ട് ഇവൻ്റെ അച്ഛൻ സ്റ്റാൻഡിൽ വന്നു ഇവൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഓട്ടക്കാരോട് ചോദിച്ചു, സുഹിത്ത് എന്തേ എന്ന് പറഞ്ഞു. അത് ലോങ് പോയി എന്ന് പറഞ്ഞു. ഈ പുള്ളി ഇന്നലെ അതിൻ്റെ ഏതാണ്ട് പോയെന്ന് പറഞ്ഞ് 10-200 രൂപ മുടക്കേ ഉള്ളത്. ഓട്ടോറിക്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഓട്ടോ ക്യാബിലാണ് തിരുവമ്പാടി. അപ്പം ലോക്കൽ ഓട്ടങ്ങളെ പോവുള്ളൂ. അപ്പം ഒരു പ്രാവശ്യം ഇവന് വൈകുന്നേരം 7 മണി 7:30 ആയി കഴിഞ്ഞാൽ വീട്ടിൽ കയറണം എന്നുള്ള ഭയങ്കര നിർബന്ധമാണ്. വീട്ടുകാർ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചാലും ഒരു 7 മണി 7:30 ഉള്ളിൽ വീട്ടിൽ കയറും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് സമയം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടെയുള്ള ബിജോയ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, അല്ലടാ നീ വിളിച്ച് പറ, നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എങ്ങാണ്ട് ഓട്ടം പോയി, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. എനിക്ക് മുഖത്ത് വിട്ട്, ഇന്നെ കണ്ട കോഴിക്കോടൊക്കെ ഓട്ടം പോകണ ആളായിട്ട് തോന്നുന്നു. ഒരു നല്ല ധനികനായിട്ടുള്ള ഒരാളുണ്ട് ഞങ്ങളവിടെ. അയാളുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ സ്ഥലം കൊടുത്ത് താമസിക്കുന്ന മറ്റൊരാളുണ്ട്. അയാളുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് താമസിക്കുന്ന ഒരാളാണ്. അയാൾ ജീവിക്കുന്നത് ഇയാൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ്. അയാൾ എന്ത് പണിയെടുത്താലും ഈ വീട്ടിലെ പണി മാത്രമേ എടുക്കുകയുള്ളൂ, വേറെ എവിടെയും പണിയെടുക്കാറില്ല. അയാൾക്ക് മോനുണ്ടായപ്പോൾ ഈ പണക്കാരനാണ് അരഞ്ഞാണം കെട്ടിക്കുന്നതും പൈസ കൊടുക്കുന്നതും പഠിക്കാൻ വിടുന്നതും എല്ലാം. അങ്ങനെ അവനെ പഠിക്കാൻ വിട്ട് സ്വാഭാവികമായിട്ടും വേറൊരാളുടെ പൈസയ്ക്ക് പഠിക്കുന്നതാണല്ലോ. നന്നായിട്ട് അവൻ 10ാം ക്ലാസ് തോറ്റു. ഈ താമസിക്കുന്ന ആളുടെ മോൻ 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞപ്പോഴും 2 വർഷം ഇയാളുടെ കൂടെ റബ്ബർ തോട്ടവും കൃഷിയൊക്കെ ആയിട്ട് റബ്ബർ കൊടുക്കാനും എടുക്കാനൊക്കെ പോകുമ്പോൾ ഈ പയ്യനെ കൂട്ടത്തിൽ കൊണ്ടു നടന്നു. 18 വയസ്സ് തികഞ്ഞതിൻ്റെ പിറ്റേന്ന് അവനെ കൊണ്ടുവന്ന് ബാഡ്ജ് ലൈസൻസ് എടുത്തു കൊടുത്ത് ഇയാളുടെ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. ഈ ധനികൻ പാവപ്പെട്ടവൻ്റെ മോനൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഇവനോട് പറഞ്ഞു, ഡീസൽ അടിക്കാൻ പൈസ എൻ്റെ വീട്ടിൽ നിന്ന് മേടിക്കണം, ഓടിക്കിട്ടുന്ന പൈസ നീ നിൻ്റെ വീട്ടിൽ കൊടുക്കണം, വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, ബാക്കിയെല്ലാം നീ വീട്ടിൽ കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. കൊള്ളാം, ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണം എൻ്റെ വീട്ടിലോട്ട് വന്നോളാനും പറഞ്ഞു. അത്രയും നല്ല മനുഷ്യനാണ്. ഇവൻ ഉച്ചയ്ക്ക് ഒരു ദിവസം ഉണ്ണാൻ വേണ്ടി ഈ വീട്ടിൽ വന്നപ്പോൾ അന്ന് അവിടെ ആരും ഇല്ല. ഇവൻ പോകാനായിട്ട് തുടങ്ങിയപ്പം റബ്ബർ ഷീറ്റ് വരെ ഇങ്ങനെ റബ്ബർ ഷീറ്റുകൾ കിടക്കുക ഇഷ്ടം പോലെ. ഒരു ഓട്ടോറിക്ഷയിൽ എത്ര റബ്ബർ ഷീറ്റ് കയറുമോ അത്ര റബ്ബർ ഷീറ്റും കുത്തി കയറ്റിയിട്ട്
അങ്ങ് ദൂരെ കടുത്തുരുത്തിക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് കൊണ്ട് വിൽക്കാൻ പോയി. കട്ടെടുത്തു. ഇയാളുടെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റ് കട്ടെടുത്തിട്ട് വിൽക്കാൻ പോയപ്പം അവിടെ ഇവൻ വിൽക്കാൻ കൊടുക്കുന്ന ഈ റബ്ബർ ഷീറ്റൊക്കെ കൊടുക്കുമ്പോൾ ആ റബ്ബർ ഷീറ്റ് കടയുടെ ഓണറെ സംബന്ധിച്ചിടത്തോളം ഇവൻ പണ്ട് മറ്റേ മുതലാളിയുടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണല്ലോ, അറിയാം. അപ്പോൾ ഇയാൾ പൈസ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഓണർ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്കൊന്നും ഷീറ്റ് തരാറില്ലല്ലോ, ഇന്നാണ് ഒരു ഇച്ചിരി ഷീറ്റും കൊണ്ട് വന്നതെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ പോയിട്ടില്ലല്ലോ, ഷീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടില്ലല്ലോ. പുള്ളി എന്നാലും മറ്റവൻ അത് ചെയ്തെങ്കിൽ ഇപ്പം അയാളെ അറിയിക്കണം നിർത്തണ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഇവൻ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അയാൾ കാറ് വന്ന് നിർത്തിയിട്ട് ഇവനിങ്ങനെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുക. ഇയാൾ അവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നോടിത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ഇത്രേ പറഞ്ഞു. അയാൾ ചെന്ന് കാറ് കയറാറായപ്പോഴത്തേക്ക് ഇവൻ ഓട്ടോക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇയാളിത് പറഞ്ഞല്ലോ, ഹലോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു. പിന്നെ ആ കാറ് കയറാൻ പോയ പുള്ളി നിന്നു. ഇവൻ പതുക്കെ അയാളുടെ അടുത്ത് കിടന്നവരെ ചെന്നിട്ടേ, ഞാൻ നിങ്ങളുടെ പറമ്പിലാണ് താമസിക്കുന്നത്, എൻ്റെ അച്ഛൻ നിങ്ങളുടെ കൂടെയാണ് പണിയെടുക്കുന്നത്, നിങ്ങളെന്നെ പഠിപ്പിച്ചു, എനിക്ക് ഓട്ടോറിക്ഷ മേടിച്ചു തന്നു, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു പൊതു സ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് തനിക്ക് അറിയാൻ പാടില്ലടോ. ചെയ്ത ഒരു വലിയ തെറ്റാണ്. എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയർ പോയതാ. ഓട്ടോ ഓടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അമ്പി എന്നും പറഞ്ഞൊരുത്തൻ പെരുമ്പാവൂരുള്ളതാണ്. പുള്ളി ഒരു പ്രാവശ്യം കാണുമ്പോൾ എന്തായിരിക്കും, ഐസ്ക്രീമിൻ്റെ ഹോൾസെയിൽ ബിസിനസ് ആയിരിക്കും. ഇടയ്ക്ക് ആനേനൊക്കെ വിൽക്കാൻ പോകുന്നുണ്ടാവും. ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും. ഈ അടുത്ത് എന്താ താറാമുട്ടയുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് CD കച്ചവടം അതിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കാര്യം. അപ്പോൾ പുള്ളി ഓട്ടോറിക്ഷ ഒന്നും എല്ലാത്തിനും വിരക്തിയാണ് പുള്ളിക്ക്. അതൊന്നും ശരിയല്ലടാ, ആകെ അലമ്പാതെ ശരിയാവുള്ളത്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ശരിയാവുള്ള ഫുഡ് നമുക്ക് ബാക്കിൽ നിന്ന് കാശ് പോവും, ഫ്രണ്ടിൽ ആൾ വന്ന് കഴിച്ചിട്ടും കാര്യമില്ല, ബാക്കിൽ ചിലവ് നല്ലതെന്ന് പറയും. അപ്പോൾ ഇവനെ ഓട്ടോറിക്ഷ പഠിക്കാൻ കിടക്കാം. പെരുമ്പാവൂർ കണ്ടപ്പോൾ എടാ നമുക്ക് ഇവിടം വരെ ഒന്ന് പോയിട്ട് വരാം. പറ അവിടെ ഭയങ്കര കട്ടറാന്ന് ആ വഴി പോകണ്ട, എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാ, അവിടെ ലെവൽ ക്രോസ് ഉണ്ട് ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടിരിക്കില്ല. അങ്ങോട്ട് പോയാല അത് ഭയങ്കര വളവും തിരുവാന്നേ. ഇവൻ എങ്ങനെ നന്നാവും. ഫുൾബാർ ഇടുന്ന മനോജേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഡയലോഗ് ഇടും. ഞാനിപ്പം കൂൺ കൃഷിയാണ്, അപ്പോൾ പിന്നെ ഉണക്കപ്പൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഉണക്കപ്പ് നിൻ്റെ ഉണ്ടാ, പിന്നെ എത്ര വേണം? അപ്പോൾ പറഞ്ഞു, എടാ നാളെ ഞായറാഴ്ച അല്ലേ, വീട്ടിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഒരു 5 കിലോ ഉണക്കപ്പ് കിട്ടിയാൽ ഞാൻ പന്നി വാങ്ങി പോർക്കൊക്കെ വാങ്ങി സെറ്റ് ചെയ്തോളാം. അപ്പോൾ പറഞ്ഞു, രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വരെ സെറ്റ് ചെയ്ത് തന്നേക്കാം. അങ്ങനെ പുള്ളി രാവിലെ വന്നിട്ട് ഓണടി വിളിച്ചിട്ട് തന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പം അളി അങ്ങനെ ഇറങ്ങി വന്നിട്ട് പുള്ളിയോട് പറയാം, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ 5 കിലോ കപ്പ എടുത്ത് കവറിൽ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു, രാവിലെ നോക്കിയപ്പോൾ അത് മൊത്തം എലി നിന്ന് പോയെന്ന്. ഞാനൊരു ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോഴേ ഒരാൾ ഭയങ്കര വലിയൊരു സർക്കാസം അടിച്ചു എന്നോട് വന്നിട്ട്, ഞാനൊരു സ്കിറ്റ് അല്ല എന്തൊരു തമാശ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട്, നിങ്ങൾക്ക് ഈ തമാശ ലാലേട്ടനോടൊന്ന് പറയരുതോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ലാലേട്ടനെ കാണുമ്പോൾ അല്ലേ തന്നെ ഞാനങ്ങനെ ലാലേട്ടനെ കാണുമ്പോൾ തമാശ പറയേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടാകാറില്ല, ഞാൻ എന്തിനാണ് ലാലേട്ടനോട് തമാശ പറയുന്നത്? അല്ല, പുള്ളിയാണെങ്കിൽ ഈ പഴയ സാധനത്തിനൊക്കെ നല്ല വില തരും, ഞങ്ങൾ കാശും കൊടുത്ത് ഈ പഴയ തമാശ കാണേണ്ട ഒരു കാര്യമില്ലല്ലോ. എൻ്റെ വീടിനടുത്ത് ഒരു മുത്തശ്ശിയുണ്ട്, ഇത് മരിച്ചുപോയി. ആ മുത്തശ്ശി ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട്, അതെ ആ ഇടിയൻ ഇങ്ങനെ തന്നെ ഇടിയൻ, അതായത് നമ്മൾ നിലം തല്ലി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മിറ്റം വീട് പണി കഴിഞ്ഞിട്ട് ഇടിക്കുന്ന ഇരുമ്പിൻ്റെ നിലത്തിട്ട് ഇങ്ങനെ ഇടിക്കും, താഴെ ഒരു പരന്ന ഇരുമ്പിൻ്റെ കഷ്ണമുള്ള അതുകൊണ്ട് ഇങ്ങനെ മിറ്റം ഇടിക്കും നമ്മൾ. അപ്പോൾ ആ വീട്ടിലെ ഇടിയനുള്ളൂ അന്ന് കാലത്ത്. അപ്പോൾ എന്നോട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട്, ഇടിയൻ നിങ്ങൾ തന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടിയനൊന്നും എടുത്തില്ലല്ലോ. എന്നാ ശരി, അടുത്ത വീട്ടിൽ പോയി കൊളിമ്പിലടിച്ചു, ഞങ്ങളുടെ ഇടിയൻ നിങ്ങൾ തന്നേ. എന്നാ അവർ ഞങ്ങൾ നിങ്ങളുടെ ഇടിയൻ മേടിച്ചിട്ടല്ലോ. ഓക്കെ, അടുത്ത വീട്ടിൽ പിന്നെ റോട്ടിൽ കയറി എല്ലാ വീട്ടിലും കയറി, എൻ്റെ ഇടിയൻ ഇന്ന് കിട്ടണം, ഞങ്ങൾ നിങ്ങളുടെ ഇടിയൻ മേടിച്ചിട്ടില്ലോ എന്ന് വെച്ച് തിരിച്ചു പോകുമ്പോൾ ഞാൻ ചോദിച്ചേ, എന്നെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കിടക്കുന്ന വെച്ച് 3-5 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരാൾ പുറത്ത് വന്ന് ഇടിയൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു, ഇത് ആരാ കൊണ്ടുപോയെന്ന് അറിയാൻ പാടില്ലെന്ന്. ദിലീപേട്ടനെ അറിയാം, നമ്മുടെ ദിലീപ് കലാപൂർ. ദിലീപേട്ടൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ടിനിച്ചേട്ടൻ വന്ന സമയത്ത് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനും ഉണ്ട്, ഞാൻ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് സോഫയിൽ. അപ്പം ദിലീപേട്ടൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. അപ്പം ദിലീപേട്ടൻ്റെ അമ്മ ഓടി വന്നിട്ട് ടിനിച്ചേട്ടനോട്, മോൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഇട്ടതാണ്. കാരണം സ്വിച്ച് ഇട്ടത് തന്നെ അമ്മ ഫോട്ടോൻ്റെ റൗണ്ടിലുള്ള ലൈറ്റ് എത്താനാണ്, പക്ഷേ റേഡിയോൻ്റെ സ്വിച്ചായി പോയി. അപ്പോൾ അവിടെ വന്നിട്ട് ആകാശവാണി യേശു. അപ്പോൾ ടിനിച്ചേട്ടൻ ഒറ്റ അടിയാ, അച്ഛൻ റേഡിയോയിലായിരുന്നു. തിളക്കം എന്ന് പറഞ്ഞ സിനിമയുടെ 100ാം ദിവസം ആഘോഷം ഒരു ചാനലിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളൊക്കെ സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബണ്ണ് മേടിച്ചിട്ട് കവളത്താത്ത് മുഴുവൻ കുത്തി കയറ്റിയിട്ട്
ഇങ്ങനായിട്ടാണ് ദിലീപായിട്ട് ഓരോ വേഷങ്ങളൊക്കെ കെട്ടി വരുന്നത്. ഇവൻ ദിലീപേട്ടനാൻ വേണ്ടി ബണ്ണാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവൻ അന്ന് 10 വേഷങ്ങളെങ്ങാണ്ട് ചെയ്യുന്നുണ്ട് ദിലീപേട്ടൻ്റെ. കുഞ്ഞിക്കൂനൻ, മീശ മാധവൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടേബിൾ നിറച്ച് ഇങ്ങനെ കൃതാവും അതും ഇതും പല്ലും സാധനങ്ങളും വിഗും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും തിരികെ കയറ്റാൻ വേണ്ടി 3 ബണ്ണും വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് നനഞ്ഞ് ചെറുതായി പോകുമ്പോൾ അടുത്ത് കയറ്റി വെക്കണമല്ലോ കവിളിനകത്ത്. അപ്പോൾ അങ്ങനെ നിൽക്കാറായി. ഷോ തുടങ്ങാൻ ഒരു 10-15 മിനിറ്റ് ഉള്ളപ്പം സിനിമാറ്റിക് ഡാൻസുകാർ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റ് 3 ബണ്ണിരിക്കുന്നു. ഇത് അവിടെ നിന്ന് അവർക്ക് കഴിക്കാൻ വെച്ചതായിരിക്കും ഓർത്ത് ഇവർ ഈ ബണ്ണെടുത്ത് അങ്ങ് തിന്നു. ബണ്ണ് തിന്നിട്ട് ഇവൻ വന്ന് നോക്കിയപ്പോൾ ബണ്ണ് കാണാനില്ല. തുടങ്ങാറായി ഷോ. ഇവൻ അവിടെ നിന്ന് വിറയാൻ തുടങ്ങി. എൻ്റെ ബണ്ണ് കിട്ടാണ്ട് ഞാൻ എങ്ങനെ പരിപാടി ചെയ്യണം, ഇത് എന്ത് കഷ്ടം, ഇതിവിടെ ഒരു ഉത്തരവാദിത്വമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ കോട്ടിട്ടൊരു ഉഗ്രൻ ആൾ വന്നിട്ട് എന്താ പ്രശ്നം, എന്താ ബണ്ണ് വേണം, എന്തിനാ ബണ്ണ്, ദിലീപിനാ എന്ന് പറഞ്ഞു. ദിലീപിനാന്ന് കേട്ട ഉടനെ 3 ഇന്നോവ എറണാകുളത്ത് ഏതോ ഒരു ബേക്കറിയിലോട്ട് പോയിട്ട് ഒറിജിനൽ ദിലീപേട്ടൻ വന്ന് ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ ഒരു പ്ലേറ്റിൽ 3 ബണ്ണ് വെച്ചിട്ട് പുള്ളിയുടെ അടുത്തുകൊണ്ട് കൊടുത്ത് ദിലീപേട്ടൻ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചും കൊണ്ടുപോയി. അതുപോലെ നമ്മുടെ കൂടെ ഷോയ്ക്ക് വരുന്ന നമ്മുടെ സമിതിയിലുള്ളൊരു ആളുണ്ട്, ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യണ പുള്ളിയാണ്. ഇപ്പം ഈ ലാലേട്ടൻ്റെ ഒടിയൻ ഇറങ്ങിയ സമയത്ത് ആദ്യം ഒപ്പം ചെയ്യും ഫിഗർ. ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയിട്ട് താടിയൊക്കെ പഠിച്ചിട്ട് ഞാൻ ബ്ലേഡ് കൊണ്ട് പഠിച്ചിട്ട് ഓടി ചെന്നിട്ട് ഒടിയനായിട്ട് വരുന്ന സീനാണ്. അപ്പം അളിയൻ ഒടിയൻ സീൻ ചെയ്യുന്ന സമയത്ത് ഒപ്പം കഴിഞ്ഞിട്ട് ഓടി ഇറങ്ങി വന്നിട്ട് ബ്ലേഡ് കൊണ്ട് പഠിച്ചിട്ട് ഇവിടെ എങ്ങനെ ചെത്തിപ്പോയില്ല. പാൻ കേക്കും പൗഡർ ഇട്ട് ഒടിയനെ ഒട്ടിക്കുക. ഒടിയനെ ഇങ്ങനെ ഒട്ടിച്ച് ചോര വന്നുകൊണ്ടിരിക്കുക. പിന്നെ കാണുമ്പോൾ ഒടിയനെ കാണുന്നില്ല. കാരണം ഒടിയൻ്റെ സെറ്റ് ചെയ്യുന്നതിന് സമയത്ത് വെറ്റിലെടുക്കാൻ മറന്നു. നോക്കുകൊണ്ട് ഒടിയൻ സ്റ്റേജിൻ്റെ പുറകിലെ മാവിൻ്റെ മുകളിൽ മാവില ഉറക്കണം വെറ്റിലേക്ക് പോരേ. എന്നിട്ടേ അവിടെ നിന്നിട്ട് കാലമേ നന്ദി എന്നുള്ള ഇതിനിങ്ങനെ വെറ്റില തേക്കണതിൻ്റെ ഇടയിലേ മാവേല അങ്ങനെ വെച്ചേക്കടിയില്ലേ. കാരണം ചോര വിട്ടുകൊണ്ടേ